അമ്പലപ്പുഴ കാരൂരിൽ സുഹൃത്ത് കൊന്നു കുഴിച്ചുമൂടിയ കരുനാഗപ്പള്ളി സ്വദേശി വിജയലക്ഷ്മിയുടെ മൃതദേഹം കണ്ടെത്തി. പ്രതിയായ ജയചന്ദ്രന്റെ വീടിന് സമീപത്തു നിന്നാണ് വിജയലക്ഷ്മിയുടെ മൃതദേഹം കണ്ടെടുത്തത്. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് നടത്തിയ തെരച്ചിലിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. സ്വിച്ച് ഓഫായ നിലയിൽ മൊബൈൽ ഫോൺ KSRTC ബസ്സിൽ നിന്നാണ് കണ്ടെത്തിയത്. ബസ്സിലെ കണ്ടക്ടർ ഫോൺ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയായിരുന്നു. ടവർ ലൊക്കേഷൻ, കോൾ ലിസ്റ്റ് എന്നിവ പരിശോധിച്ചതിൽ നിന്നാണ് ജയചന്ദ്രനിലേക്ക് പോലീസ് എത്തിയത്. എറണാകുളം സെൻട്രൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇത് വിജയലക്ഷ്മിയുടെ ഫോണാണെന്ന് കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് വിവരം കരുനാഗപ്പള്ളി പോലീസിന് കൈമാറി. ഇതാണ് കേസിൽ വഴിത്തിരിവായത്. വിജയലക്ഷ്മിയുടെ ഫോൺ എറണാകുളത്ത് ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് സ്വിച്ച് ഓഫ് ആയത്. ഇക്കാര്യം അടിസ്ഥാനപ്പെടുത്തിയാണ് അന്വേഷണം പുരോഗമിച്ചത്. ഇതിലേക്ക് വന്ന കോളുകളും പോലീസ് പരിശോധിച്ചു. ജയചന്ദ്രന്റെയും വിജയലക്ഷ്മിയുടെയും ഫോൺ ലൊക്കേഷനുകൾ ഒരേയിടത്ത് വന്നിരുന്നതാണ് സംശയത്തിനിടയാക്കിയത്. കസ്റ്റഡിയിലെടുത്ത ജയചന്ദ്രനിൽ നിന്ന് ലഭിച്ച പരസ്പര വിരുദ്ധ മറുപടികളും സംശയത്തിന് ബലമേകി. വിജയലക്ഷ്മിയുടെ ഫോൺ നശിപ്പിക്കാനും ജയചന്ദ്രൻ ശ്രമിച്ചിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. കഴിഞ്ഞ 2 വർഷത്തിലേറെയായി ജയചന്ദ്രനുമായി വിജയലക്ഷ്മിക്ക് ബന്ധമുണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ആദ്യ വിവാഹബന്ധം വേർപ്പെടുത്തിയ വ്യക്തിയാണ് വിജയലക്ഷ്മി. ഇവർക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു. ജയചന്ദ്രന്റെ അമ്പലപ്പുഴയിലെ വീട്ടിൽ വെച്ച് ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയും തുടർന്ന് പ്ലെയർ ഉപയോഗിച്ച് തലയ്ക്കടിക്കുകയുമായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന മൊഴി. കൊലപാതകത്തിൽ മറ്റാരുടെയെങ്കിലും സഹായമുണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. വീടിന് സമീപമുള്ള പറമ്പിൽ കുഴിച്ചിട്ട നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അതേസമയം വീട്ടിൽ ആരെയും കൊണ്ടുവന്നതായി അറിയില്ലെന്ന് ജയചന്ദ്രന്റെ ഭാര്യ സുനിമോൾ പറഞ്ഞു. താൻ വീട്ടുജോലിക്ക് പോകുന്ന ആളാണ്. 2 വർഷമായി വിജയലക്ഷ്മിയെ അറിയാമെന്നും സുനിമോൾ പറഞ്ഞു. എന്നോട് ചോദിച്ച ജയന്റെ വീടാണ്, ശ്രീലക്ഷ്മി അറിയാവാന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറയും ഇന്നപോലെ എപ്പോഴും ഇങ്ങനെ അതാതൊക്കെ പറഞ്ഞു. സുധീഷൻ ഒരാളെന്നെ കുഞ്ഞിനെ അവിടെ വിളിപ്പിച്ചായിരുന്നു. അപ്പൊ ഇവർ തമ്മിൽ ചെയ്താണ്, ഫോണൊക്കെ എടുത്ത് എപ്പോഴും നോക്കണം എന്നൊക്കെ പറഞ്ഞു. അത് ഇതായിട്ട് സമാധാനപ്പെടുത്തി സന്തോഷമായിട്ട് ഞങ്ങൾ വിട്ടുകയാണ്. പിന്നെ ആരും ഒന്നും വിളിക്കത്തും ഒന്നുമില്ലെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇപ്പോഴാണ് ഇങ്ങനെ. ജയചന്ദ്രന്റെ വീടിന് സമീപം നിർമ്മാണം നടക്കുന്ന വീടിനകത്ത് വസ്തുക്കൾ കൂട്ടിയിട്ട് കത്തിച്ചതായി പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. അമൃത ന്യൂസ്, ആലപ്പുഴ.